ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളൊരു സ്റ്റേക്കേഷന് പോവാണ്. സാറ്റർഡേ സൺഡേ ഓഫാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചൊരു വീക്കെൻഡ് ട്രിപ്പ് പോവാന്ന്. ഞാൻ UK വന്നിട്ട് 4 വർഷമായിട്ട് പോകണമെന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലം. ഇപ്പോഴാണ് പോകാൻ ഒരു അവസരം കിട്ടിയത്. അപ്പം ഞങ്ങൾ പോകുന്നത് ഡെവണിലോട്ടാണ്. ഡെവണിലാണ് ഇന്നും നാളെയും ഞങ്ങൾ ഡെവണിലായിരിക്കും. അപ്പം ഞങ്ങൾ അടിപൊളി സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഞങ്ങള് ഇവിടെ അജിത്ത്, അരൂട്ടൻ, ഭവ്യ, ഞങ്ങൾ 4 പേരോടെയാണ് പോകുന്നത്. അപ്പൊ എന്തായാലും വെൽക്കം ബാക്ക് അഗൈൻ. സോ ഇനിയിപ്പം ഡെവണിലെ വിശേഷങ്ങളും ഞങ്ങളുടെ വിശേഷങ്ങളും കാണാം. അപ്പൊ ഭവ്യ ഒരു ഹായ് വരാം. ഇവിടെ രാവിലെ ഇപ്പൊ സമയം എത്രയായി? ഒരു 7:30 ഞങ്ങൾ പറഞ്ഞ 7 മണിക്കാണ് ഇറങ്ങണമെന്ന് പറഞ്ഞ് ഏകദേശം കറക്റ്റ് സമയത്തൊക്കെ ഇറങ്ങി പെട്രോൾ അടിക്കാൻ നിർത്തിയേക്കുക. ഇനിയിപ്പം സൂര്യൻ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് എപ്പോഴാണ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ലെറ്റ്സ് സ്റ്റാർട്ട് ആ ജേർണി. അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ അടിച്ചിട്ട് നേരെ പോവാണ്. എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. ഇത് ട്രിപ്പ് ഫുള്ള് പ്ലാൻ ചെയ്യിക്കുന്നത് ഇവർ രണ്ടാളാണ്, അരൂട്ടനും അജിത്തും. ഞങ്ങള് പാസഞ്ചർ പ്രിൻസസ് ആയിട്ട് അങ്ങ് പോകുന്നതേ ഉള്ളൂ. സോ ഇപ്പൊ നല്ല സൂര്യൻ വെളിച്ചമൊക്കെ ഉണ്ട്. അരൂട്ടനും അജിത്തും ഒരു ഹായ് പറയാ. അജിത്ത് നേരെ ഓടിച്ചു. ഇനിയിപ്പം മറ്റേ പറമ്പത്തുകളൊക്കെ ഉണ്ടാകും. അപ്പം എന്തായാലും നമുക്ക് പോകാം. പോട്ടെ. ഞങ്ങൾ അങ്ങനെ ഫസ്റ്റ് സർവീസിൽ ഏത് ട്രിപ്പ് പോയാലും ആദ്യത്തെ പരിപാടി ഫുഡ് അടി. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ആദ്യം കണ്ടതല്ല, ഒരു അരമണിക്കൂർ കഴിഞ്ഞിപ്പം ഒരു സർവീസിൽ നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്താ കിട്ടുമെന്ന് നോക്കിയിട്ട് പറയാം. ഓക്കെ, ബൈ. നല്ല ഒരു അടിപൊളി ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഒരു നാപ്പ് എടുക്കാൻ പോവാണ് എന്നുള്ള പ്ലാനിലാണ് ഞാനും ഭവ്യയും പുറകിരുന്ന് നാപ്പ് എടുക്കാൻ. അപ്പം ഇനിയിപ്പം ലെറ്റ്സ് കണ്ടിന്യൂ അവർ ജേർണി. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് സ്റ്റോപ്പുള്ള നമ്മൾ ഇടയ്ക്കൊന്നും വണ്ടി നിർത്തുന്നില്ല. ഓൾറെഡി ഇനിയിപ്പം ഒരു 2 മണിക്കൂറും കൂടെ ഉണ്ട്. അപ്പം അത്രയും കൂടി എത്തേണ്ടതുകൊണ്ട് ഇടയ്ക്കൊന്നും നിർത്താതെ ഞങ്ങൾ നേരെ പോവാണ്. ഞങ്ങളിപ്പോൾ മുന്നിൽ മെയിൻ റോഡിൽ ഒരു ക്രാഷ് കണ്ടുകൊണ്ട് വണ്ടി തിരിച്ച് നല്ല പ്രകൃതി ഭംഗിയുള്ള വഴി കൂടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുള്ള് പച്ചപ്പ്, ഹരിതാപയും പച്ചപ്പും മാത്രം. ഞങ്ങൾ ബ്രാൻസ്കോംബ് എന്ന് പറയുന്ന ഡെവണിൻ്റെ പാർട്ടായ ഒരു വില്ലേജിലെത്തി. ഇവിടെ എത്തി ബ്രാസ്കോം ബീച്ചിലാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം ബീച്ചിലോട്ട് നമ്മൾ ഇറങ്ങുന്നുണ്ടോ എന്ന് എന്നാ സംഭവം നോക്കിയില്ല. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. സോ പോയി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഞങ്ങളപ്പോൾ ഇവിടെ ഒരു സ്ഥലമൊക്കെ പിടിച്ചിരുന്ന് നല്ല ഫുള്ള് ബീച്ചിൻ്റെ സൈഡിൽ അടിപൊളി സെറ്റപ്പിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഓരോ ബിയറും കുറച്ച് ഐസ്ക്രീമൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് ഇതൊക്കെ എൻജോയ് ചെയ്ത് ഇതിൻ്റെ മേലൊരു ക്ലിഫുണ്ട്, അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഇനിയിപ്പം ഈ ഒരു ബിയറൊക്കെ ഒന്ന് കുടിച്ച് തീർക്കട്ടെ. ഞങ്ങളിപ്പം ബീച്ചിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങ് വന്ന് അത് സൈഡ് തന്നെയാണ്. ഇവിടെ ഒരു ക്ലിഫുണ്ട്. അപ്പോൾ ക്ലിഫിൽ കയറാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും നടന്നു പോകുന്നുണ്ട് മേലോട്ട്. ഞങ്ങളന്ന് പിന്നെ അങ്ങോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയായിരിക്കുമല്ലോ. അപ്പോൾ അതുകൂടി ഒന്ന് കണ്ടിട്ട് ഇവിടുന്ന് ഞങ്ങൾ തിരിച്ച് ഇവിടുത്തെ ബ്രാൻസ്കോം ടൗണിലോട്ട് പോകും. അപ്പോൾ അവിടെ ചെന്നിട്ട് ലഞ്ച് കഴിക്കാനാണ് തീരുമാനം. ഇവിടെ നല്ല അടിപൊളി ബർഗറൊക്കെ കിട്ടുന്നത് ഞാൻ ആൾക്കാർ കഴിക്കുന്ന കണ്ടു. എന്തായാലും അവിടെ പോയിട്ട് നോക്കട്ടെ. ഇവിടെ ഇങ്ങനെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. വെള്ളച്ചാട്ടമല്ല, എന്തോ ഒരു സാധനം. അപ്പോൾ ഇനിയിപ്പം അവിടെ പോയിട്ട് ഞങ്ങളെല്ലാവരും ഇതിലേക്കൂടെ കയറി മേലോട്ട് കയറാനായിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇനിയിപ്പം കുറച്ച് ദൂരമുണ്ട്, കുറച്ചേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇങ്ങനെ ആൾക്കാരൊക്കെ നടന്ന് ഞങ്ങൾ ആദ്യം മേളിങ്ങനെ ക്ലിഫ് അങ്ങ് മേലെ വരെ നമുക്ക് കാണാം. അപ്പോൾ ഒന്ന് പോയി നോക്കട്ടെ. ഇപ്പം തന്നെ ഭക്ഷണം വിശത്തിട്ട് തലവേദന എടുക്കത്തിട്ട് 1 മണിയായതേ ഉള്ളൂ. നല്ല വിശക്കുന്നുണ്ട്. പകുതി എത്തിയപ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് ബാക്കിൽ കാണുന്നത്. ഇപ്പം ഞങ്ങൾ ആ ബീച്ചിലുണ്ടായിരുന്നേ. ഞങ്ങൾ മേലെ കയറി ഇവിടെ വരെ എത്തി. പകുതി ആയപ്പോൾ തന്നെ ഞങ്ങൾ തളർന്ന് ഒന്ന് ബ്രീത്ത് എടുക്കാൻ വേണ്ടി നിന്നതാണ്. ഇപ്പം ഇനി ഇത്രയും കൂടെ കയറാനുണ്ട്. ഇതിപ്പോൾ ഒട്ടും ആയിട്ടില്ല, അത് ജസ്റ്റ് അവിടെ നിൽക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഇത്രയും കൂടെ കുറേ കയറാനുണ്ട്. അപ്പം എനിക്ക് കയറി നോക്കട്ടെ. മുകളിലോട്ട് കയറും തോറും ഇങ്ങനെ ഇതിൻ്റെ ഭംഗി കൂടി വരുവാണ്. ഒരു സൈഡിൽ മലനിരകളും വേറൊരു സൈഡിൽ ഫുള്ള് കടലും. ഞങ്ങൾ ഓൾറെഡി ഇത്രയും ദൂരം വന്ന് ഇനിയിപ്പോൾ ഇത്രയും കയറ്റം കൂടെ കയറാനുണ്ട്. ഞങ്ങൾ തളർന്ന് ഞങ്ങൾ ഇവിടെ ഇത്രയും വലിയ ഹൈക്കൊന്നും ഉണ്ടായിരിക്കുന്നു വിചാരിച്ചിട്ട് തന്നെയില്ല. ചെറിയൊരു ക്ലിഫ് കയറാൻ വന്നതാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പകുതിയായപ്പോൾ ഇരുന്ന് അരൂട്ടറൊക്കെ കയറിപ്പോയി. ഭവ്യ താഴേന്ന് വരുന്നതേ ഉള്ളൂ. പക്ഷെ വ്യൂ ഒരു രക്ഷയില്ല. പക്ഷെ ശ്വാസം വിടാൻ പറ്റുന്നില്ല.
എൻ്റെ അമ്മയായിരുന്നു ഡെവൺ കാണാൻ പോകണം ഞാൻ അമ്മേനെ നല്ലപോലെ ഈ ഒരു സമയത്ത് സ്മരിക്കുന്നു. അമ്മയ്ക്കായിരുന്നു നീ ഡെവണിൽ പോയിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം അമ്മ പറഞ്ഞത് കേട്ട് ഡെവൺ കാണാൻ വന്നു. ഇപ്പോൾ ശ്വാസം കിട്ടാതെ മരിക്കുന്നു തോന്നുന്നത്. അയ്യോ അമ്മ ഇങ്ങോട്ട് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ സാര വരുന്നുണ്ട്, എഴുന്നേക്കട്ടെ. അങ്ങനെ ഞങ്ങൾ നടന്ന് ശ്വാസം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട്. അവർ കുറച്ചുകൂടെ മുകളിലോട്ട് അത്രയും സ്ഥലത്തൂടെ കയറാൻ ഞങ്ങൾ അപ്പുറത്ത് ഇതൊക്കെ നല്ല പ്രായം 10-60 വയസ്സുള്ള ആൾക്കാർ. ഇവർക്ക് എങ്ങനെ കയറി വന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. അത് ആക്ച്വലി ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ഗുണമാണ്. ഇപ്പം നമ്മളൊക്കെ വീട്ടിൽ ഇരിക്കുന്ന പോലെ അവർ ഇരിക്കാറില്ല. അവർ എല്ലാ സമ്മർ ആകുമ്പോഴും വിൻ്റർ ആണെങ്കിലും എന്താണേലും അവരിങ്ങനെ ഓരോ സ്ഥലത്ത് പോയി ഹൈക്കൊക്കെ ചെയ്ത് അവർക്ക് അതിൻ്റെ സ്റ്റാമിന ഉണ്ട്, നമുക്കതില്ലല്ലോ. എന്തായാലും ഇതൊരു വന്നത് നല്ലതാണ്. വേർത്ത് ദ വ്യൂ ആയിരുന്നു, വേർത്ത് ദ വോക്ക് ആയിരുന്നു. സോ ഇനിയിപ്പോൾ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് ഈ ക്ഷീണം മാറ്റിയിട്ട് വേണം താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അവരങ്ങ് മുകളിലോട്ട് ഇനിയും കയറിയിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്, നല്ല വ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ ഇനി ഇവിടുത്തെ ലാസ്റ്റ് വ്യൂ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. മുകളിൽ അങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് താഴോട്ട് പോവാണ്, കാരണം വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം താഴെ പോയിട്ട് ഫുഡ് കഴിക്കണം. താഴെ പോകുമ്പോൾ ആക്ച്വലി താഴോട്ട് ഇറങ്ങുമ്പോഴാണ് കുറച്ചുകൂടെ സൂക്ഷിക്കേണ്ടത്. പിന്നെ കുറച്ച് പടിയൊക്കെ ഇങ്ങനെ ഗ്യാപ്പുള്ള പടിയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങി ഇനിയിപ്പോൾ താഴെ പോയിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് എന്താ ഉള്ളതെന്നൊക്കെ നോക്കിയിട്ട് കാണാം. ഒരു ബർഗറും ഒരു ഫിഷും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു സാലഡും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നല്ല പൈസയുണ്ട്, അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫുഡ് പറഞ്ഞ് വിശപ്പൊന്ന് ഒതുക്കിയിട്ട് ബാക്കി പുറത്ത് എവിടെയെങ്കിലും പോയി കഴിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഇനിയിപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫുഡ് വന്നു. അപ്പം ഞങ്ങളിതൊക്കെ ഒന്ന് കഴിച്ച് തീർക്കട്ടെ. വേഗം ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പം ഞങ്ങളുടെ അക്കോമഡേഷൻ്റെ സ്ഥലത്തോട്ട് പോവുകയാണ്. അതിന് മുന്നേ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. കാരണം ഞങ്ങളിന്ന് താമസിക്കാൻ പോകുന്നത് ഒരു ടെൻറ്റിലാണ്. ഞങ്ങളുടെ ടെൻറ്റല്ല, അവിടെ ഓൾറെഡി ഒരു ടെൻറ്റൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു Airbnb പോലെ. അപ്പോൾ അതിനകത്താണ് ഇന്ന് അക്കോമഡേഷൻ. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ തന്നെ സെറ്റാക്കണം. ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ ഗ്ലാസും ബാക്കി എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് അത്യാവശ്യം വേണ്ട ഫുഡ് ഐറ്റംസ് ഒക്കെ മേടിച്ച് നമുക്ക് അവിടെ പോയി കുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം ടെസ്കോയോ മോറിസൺസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് തപ്പിപ്പിടിച്ച് അവിടെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അവിടെ ടെൻറ്റിലോട്ട് പോകണം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ടെൻറ്റിൽ ചെന്നിട്ട് കാണാം അവിടെ എങ്ങനെയുണ്ടെന്ന്. ഞങ്ങൾ ഇന്ന് നൈറ്റ് സ്റ്റേ ചെയ്യാൻ പോകുന്ന ടെൻറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ വ്യൂ കാണിച്ചു തരാം. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ എവിടെയുള്ളത്. ഇവിടെ ഒരു ടെൻറ്റും കൂടെ ഉണ്ട് താഴെ, കിച്ചണും ബാക്കി ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ടെൻറ്റിൻ്റെ അകത്ത് എങ്ങനെയാണ് ഫോട്ടോയിലൊക്കെ കണ്ട പോലെയാണോ എന്ന് ഞാൻ ഒന്ന് കയറി നോക്കട്ടെ. ഇങ്ങനെയാണ് ടെൻറ്റിൻ്റെ അകം. ഇത്രയും സ്പേസ് ഉള്ളത്. ഇവിടെ നമുക്കിവിടെ 4 പേർക്ക് ഇവിടെ അക്കോമഡേഷൻ പറ്റുന്നത്. അപ്പോൾ അത്യാവശ്യം ബാക്കിയുള്ള ബ്ലാങ്കറ്റ് ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഒരു കസേര, എല്ലാവരും 4 പേർക്ക് ഫ്രണ്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിൽക്കാം. അപ്പോൾ ഇതാണ് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഇവിടെ ആയിരിക്കും സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഞങ്ങളൊന്ന് സെറ്റിലായിട്ട് ബാക്കി കാണാം. ഇതാണ് ഇവിടുത്തെ കിച്ചൺ എന്ന് പറയുന്നത്. നല്ല അടിപൊളി കിച്ചൺ, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഞങ്ങൾ ആക്ച്വലി എണ്ണയും മസാലകളൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. ഇവിടെ ഓൾറെഡി എണ്ണയും ഉപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ടീ ബാഗ്, കോഫി പൗഡർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. കത്തി, പിന്നെ നമുക്കിവിടെ ലേബൽ ചെയ്ത് തന്നിട്ടുണ്ട് ഓരോരോ ആർക്കൊക്കെ എന്തൊക്കെ യൂസ് ചെയ്യാന്നുള്ളത്. ഫ്രിഡ്ജ്. ഇനിയിപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ കുറച്ച് ചിക്കനൊക്കെ മേടിച്ച്, അജിത്തനാണ് ചിക്കൻ്റെ ഇൻചാർജ്, ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അജിത്ത് അതൊക്കെ ക്ലീൻ ആക്കി ഇപ്പോൾ നല്ല ഗ്രില്ലൊക്കെ ചെയ്ത് സെറ്റാക്കി. ആക്ച്വലി അടിപൊളിയാണ് ഇവിടെ. കുറച്ച് സ്ഥലം മാത്രമേ ഇവിടെ ഉള്ളൂ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. സമയം ഇപ്പോൾ ഒരു 6:30-7 മണിയായി. ചിക്കനൊക്കെ നല്ല മസാലയൊക്കെ വെച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് ചൂട് കായാൻ വേണ്ടി ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കാപ്പി. അപ്പം നല്ല വൈബായിട്ട് ഇവിടെ ഇരുന്ന് ഇനിയിപ്പം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇവിടേക്ക് ഇരുന്ന് കുറച്ച് ചിക്കനൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇരിക്കും. ഇതോട്ട് ലാസ്റ്റ് സെറ്റ് ചിക്കനും കൂടെ അങ്ങിട്ടു. അപ്പം ഇതോടെ ആകുമ്പോഴത്തേനും നമ്മൾ സെറ്റായി. ഇനിയിപ്പം ഇത് വെന്ത് വരാൻ വെയിറ്റ് ചെയ്യണം. വെന്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാറ് മുറാന്ന് കഴിച്ച് തിന്നും.
ഇവരുടെ നല്ല കാര്യമായിട്ട് മസാല കണ്ടിട്ട് നല്ല ഉണ്ട് തോന്നല്ലേ. ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഉറക്കമായിരുന്നു. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല കോസി ബെഡൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം നല്ല സൂപ്പറായിട്ട് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച്. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഞാനിങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കുമായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇറങ്ങി. ഇന്ന് ഞങ്ങൾ ലിൻറ്റൺ ആൻഡ് ലിൻമത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. അവിടെ പോയി എക്സ്പ്ലോർ ചെയ്ത് ഇന്നത്തെ സൺസെറ്റ് കൂടെ കണ്ടിട്ട് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പം ഞങ്ങൾ കുറച്ചിറങ്ങി ഇങ്ങ് വന്ന് ഒരു മക്ഡിയിൽ കയറിയിട്ടുണ്ട്. അരൂട്ടനും അജിത്തും കൂടെ എന്തെങ്കിലും വിശക്കാൻ തുടങ്ങി. രാവിലെ ഒരു 8:30 ആയപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സ് ഒക്കെ പോലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓർഡറൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം വരുമ്പം നോക്കണം എന്താ കഴിക്കാനുള്ളതെന്ന്. സോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾ ഇവിടെ ലിൻറ്റൺ എത്താറായപ്പോഴത്തേക്കും ഇവിടെ ഒരു വുഡൻ ട്രെയിനിൻ്റെ ഒരു സഫാരി പോലത്തെ ഒരു സംഭവം കണ്ടു. എന്നാൽ പിന്നെ അവിടെ ഒന്ന് കയറി. ഇപ്പം ഒരു അരമണിക്കൂറിൽ ഒരു ട്രെയിൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ കയറാൻ പറ്റുമോ അറിയത്തില്ല. എങ്ങനെ ടിക്കറ്റ് സംഭവം ഒന്നും അറിയത്തില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് പോയി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അങ്ങോട്ട് പോവാം. ടിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കട്ടെ. ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പോവാം. ട്രെയിന് കയറാൻ വേണ്ടി ഇവിടെ 9 പൗണ്ട് അഡൽട്സിന് അങ്ങനെ ഓരോ പ്രൈസൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് ട്രെയിനൊക്കെ ഒരു ട്രെയിൻ ഇവിടെ കിടപ്പുണ്ട്. ഇങ്ങനത്തെ ട്രെയിനിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇത് സ്റ്റാർട്ടിങ് ഇവിടെ നിന്ന് അങ്ങോട്ടായിരിക്കും പോകുന്നത്. ആക്ച്വലി വ്യൂ ഒക്കെ കാണാൻ ഞാൻ എക്സൈറ്റഡ് ആണ്. കാരണം ഫുള്ള് മിക്കവാറും മലനിരകളിലൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. എന്തായാലും ടിക്കറ്റ് എടുത്തിട്ട് നോക്കാം. നമ്മൾ കുറച്ച് വെയിറ്റിംഗ് സമയം കൊണ്ട് നമ്മൾ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തു. കുറച്ച് പാസ്റ്റിയും ഹോട്ട് ചോക്ലേറ്റൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ കാര്യമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞ് വേണം ട്രെയിൻ കയറാൻ. ഞങ്ങളെല്ലാവരും അങ്ങനെ ട്രെയിനിൽ കയറി ഒരു ബോഗിയിൽ ഇരിക്കുകയാണ്. ഇനിയിപ്പം ട്രെയിൻ ഇപ്പോൾ വിടാനായിട്ട് തുടങ്ങും. എൻജിൻ ഇപ്പം അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. എൻജിൻ കണക്ട് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇനിയിപ്പം പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. എണ്ണിത്തീരാനൊക്കാത്ത വിധം ചെമ്മരിയാടുകൾ ഇവിടെയുണ്ട്. എല്ലാവരും നമുക്ക് ടാറ്റ തരുന്നുണ്ട്. അതൊരു നമ്മളപ്പോൾ ഇവിടെ ലാസ്റ്റ് ലൊക്കേഷനിൽ പിന്നെ എൻജിൻ അയാളെ തിരിച്ച് അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവെക്കും. അങ്ങനെ ഞങ്ങളിത് ഇത്രയും ചെമ്മരിയാടുകളെയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പം തിരിച്ചു പോയിട്ടില്ലെങ്കിൽ നമ്മളെ കയറ്റാതെ അവർ പോകും. എല്ലാവരും അടച്ചടച്ച് പോകുന്നുണ്ട്. ഞങ്ങൾ വേഗം കയറട്ടെ. ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ഞങ്ങളുടെ ഡെസ്റ്റിനേഷനായ ലിൻറ്റൺ ആൻഡ് ലിൻമത്തിലോട്ട് പോയിക്കൊണ്ടിരുന്നില്ല, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് ഉള്ളത് നോക്കേണ്ടത്. ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വന്നൊരു സ്റ്റീം റെയിൽവേ റൈഡൊന്നും അല്ലായിരുന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ കയറിയതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പം നോക്കട്ടെ അവിടെ ചെന്നിട്ട് അവിടെ ഇനിയിപ്പോൾ എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ളതെന്ന് നോക്കിയിട്ട് കാണാം. ഞങ്ങളിവിടെ ലിൻറ്റണിലെത്തി. അടിപൊളി വില്ലേജ് കേട്ടോ. നല്ല ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സ്മോൾ ടൗൺ. ഇനിയിപ്പോൾ ഞങ്ങൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നടന്നിട്ട് എക്സ്പ്ലോർ ചെയ്യട്ടെ എന്നുള്ള ഒരു രീതിയിൽ ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. ഞങ്ങളിവിടെ പാർക്ക് ചെയ്തു വണ്ടി. അതിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെയുള്ള ഒരു വ്യൂ ആണ് ഇത്. അടിപൊളി വ്യൂ. ഇപ്പൊ തന്നെ ഇങ്ങനെ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. അവിടെ ഒരു കാസിൽ പോലെ നല്ലൊരു കുഞ്ഞി എനിക്കൊന്ന് ഹോട്ടലോ റെസ്റ്റോറൻറ്റ് അങ്ങനെ വല്ല ആയിരിക്കും. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം ഇവിടെ നിന്ന് തന്നെ കാണാനായിട്ട് സ്ഥലം. ഞങ്ങളിവിടെ വന്നിട്ട് ഇനിയിപ്പോൾ ഒരു ക്ലിഫ് റെയിൽവേ അതാ ട്രെയിൻ ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പം അങ്ങനെ അതിപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ നല്ല വ്യൂ ആയിരിക്കും. നമ്മളിവിടെ കയറണോ വേണ്ടോ ഇങ്ങനെ ആലോചിച്ചിട്ട് എന്തായാലും കയറാമെന്നുള്ള പ്ലാനിൽ തന്നെ ഇപ്പോൾ ഉള്ളത്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസിന്. പക്ഷെ നല്ല അടിപൊളി ക്യൂ ഉണ്ട് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇതിൽ കയറാൻ വേണ്ടി ക്യൂ ഒക്കെ നിൽക്കുവാണ്. ഞങ്ങൾ ടേൺ ഇതുവരെ ആയില്ല. ആൾക്കാരെല്ലാം കയറി അങ്ങ് മേലോട്ട് പോകും. ട്രെയിനിൽ കയറി പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. വ്യൂ അതെ, എക്സ്പീരിയൻസ് അടിപൊളി. ഞങ്ങളിപ്പോൾ ഉള്ളത് ഈ ലിൻറ്റൺ ആൻഡ് ലിൻമത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ ടോപ്പിലാണ് ഉള്ളത്. ഈ ട്രെയിൻ കയറി വന്ന അടിപൊളി ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഫുള്ള് ബാക്കിൽ കുറച്ച് സണ്ണിയും കൂടി ആയിരുന്നെങ്കിൽ അടിപൊളിയാണ്. ഞാൻ അത്ര സണ്ണിയല്ല, പക്ഷേ രക്ഷയില്ല. അമ്മ 2018 വന്നിട്ട് അമ്മയാണ് ഈ സ്ഥലം പറഞ്ഞു തന്നത് ഇങ്ങോട്ടേക്ക് വരണം എന്നുള്ളത്. ഈ ഫോട്ടോ കണ്ടപ്പോൾ അതാ എക്സാക്ട് സെയിം ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സെയിം ലൊക്കേഷനിൽ നിന്നിട്ടാണ്
ഞാൻ അപ്പം അമ്മേനെ വിളിച്ചിട്ട് സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്ത് അമ്മയ്ക്ക് സന്തോഷമായിക്കോട്ടെ. ഞങ്ങളിപ്പോൾ ഈ ഒരു ടൗൺ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുവാണ്. എന്തൊക്കെയുള്ളതെന്ന് അറിയില്ല, പഴയൊരു ടൗൺ, അപ്പോൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ച്. വഴി ഫുൾ ഇങ്ങനെ ഈ ഒരു കളറുള്ള ഒരു ബ്രൗൺ കളറുള്ള റോഡ് ഫുള്ള് നമ്മൾ സൈഡിൽ ആൻറ്റീക്ക് ഷോപ്പുകൾ, അതുപോലെ തന്നെ സുവിനിയർ ഷോപ്പുകൾ ഫുള്ള് കംപ്ലീറ്റ് അതാ ഉള്ളത്. പക്ഷെ നല്ല രസമുണ്ട്, ആൾക്കാർ ഒത്തിരി ഇല്ല, പക്ഷെ നല്ല വൈബുള്ളൊരു സ്ഥലം. നമ്മളിപ്പം ഇവിടെ ഈ മല ഇറങ്ങി താഴോട്ട് കാർ പാർക്കിങ്ങിൻ്റെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി തുടങ്ങി. വഴിയൊന്നും അറിയത്തില്ല, ആൾക്കാരൊക്കെ നടക്കുന്ന വഴി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഒരു കാസിൽ അവിടെ കാണുന്നുണ്ട്, കടലും എല്ലാമായിട്ട് ഇങ്ങനെ കണ്ടോണ്ട് നടക്കുവാണ്. അങ്ങനെ ട്രെയിനിൽ മേലെ പോയത് മൊത്തം ഇപ്പോൾ താഴോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുക. നല്ല കുത്തനെ ഉള്ള ഇറക്കമാണ്. ഞാൻ വിചാരിച്ചു നമുക്ക് നടന്ന് എക്സ്പ്ലോർ ചെയ്ത് ഇറങ്ങാൻ. ഒരു കംപ്ലീറ്റ്ലി ഒരു മല പോലെ. ഇനിയിപ്പോൾ ഞാനിങ്ങനെ ചാടി ഓടി ഇറങ്ങി. ഇനിയിപ്പോൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പകുതി എത്താറായി, താഴെ എത്താറായി. പക്ഷെ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാനിവിടെ ഒരു ബെഞ്ചുണ്ട്, ആ ബെഞ്ചിൽ നിന്നതാ ഈ ബ്യൂട്ടിഫുൾ വ്യൂ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ഭാഗ്യത്തിനൊരു ചെറിയൊരു കാർഡിഗൻ എടുത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കാരണം നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നല്ല ഭംഗി ആസ്വദിച്ച് ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. കാര്യമായിട്ട് എവിടെയെങ്കിലും കയറി ലഞ്ച് കഴിക്കാൻ നല്ല വിശക്കുന്നുണ്ട്. ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങളിനി നേരെ വീട്ടിലോട്ട് പോവാം. ഈ ഒരു വീക്കെൻഡ് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഫുഡൂടെ എന്താ കഴിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തന്നിട്ട് വൈൻഡ് അപ്പ്. കഴിച്ചോ. ഞങ്ങൾ നല്ല അടിപൊളി ലഞ്ചൊക്കെ കഴിച്ച് തിരിച്ചു പോവാണ്. അപ്പം ഓൾമോസ്റ്റ് അല്ല, ഒരു നോർത്ത് ഡെവണിൻ്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് കണ്ടു തീർത്തത്. ഇനിയിപ്പം സൗത്ത് ഡെവൺ കാണാനുണ്ട്. അങ്ങനെ കുറേ ഡെവണിൻ്റെ തന്നെ പല പല പാർട്സ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ പിന്നെ കാണും. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലോട്ട് 3 മണിക്കൂറുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും സുഖനിദ്ര ആണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പം എന്തായാലും ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ലേറ്റർ. ബൈ.